ജനനം മത്സ്യഗന്ധി എന്ന് അറിയപ്പെടുന്ന സ്ത്രീയിൽ നിന്നാണ് പരാശരനുണ്ടായ പുത്രനാണ് വ്യാസൻ. പിന്നെ സത്യമതി എന്നൊക്കെ പേര് വന്നിട്ടുണ്ട്. ചേതിരാജ്യത്തെ അല്ലെങ്കിൽ ചേതിരാജ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജാവാണ് ഉപരിചരൻ വസു എന്ന അറിയപ്പെടുന്ന ഉപരിചര വസു എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഗിരിക. മൂന്നാലഞ്ച് കുട്ടികളൊക്കെ ഉണ്ടായി. അവർക്കെല്ലാം രാജ്യം അങ്ങനെയൊക്കെ വീതിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ സഹധർമ്മി ഗിരിക ഋതുകാലം കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ ഭർത്താവിനോടൊപ്പം ഒന്ന് രമിക്കണം എന്നവർക്ക് തോന്നി. പക്ഷേ അതിന് സാധ്യമായിരിക്കുകയാണ്. കാരണം പിതാവിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന് വനത്തിലേക്ക് പോകേണ്ടി വന്നു. എന്തെല്ലാം ഉണ്ടായാലും അച്ഛന്റെ വാക്കുകളെ നിഷേധിക്കാൻ പാടില്ല എന്നാണ്, അല്ലെ അത് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. അത് മറ്റെന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും പിതാവ് പറയുന്ന കാര്യത്തെ അനുസരിച്ച് അത് സാധ്യമാക്കി കൊടുക്കേണ്ടത് ഒരു പുത്രന്റെ ധർമ്മമാണ്. പിതാവിന്റെ മാത്രമല്ല, മാതാവിന്റെ. അച്ഛനും അമ്മയ്ക്കും സങ്കടം വരുത്തിയിട്ടുള്ള മക്കളൊന്നും മക്കളല്ല എന്നാണ്. ദശരഥ ഭൂപന്റെ മരണത്തിന് കാരണമായത് രാമനെ ഓർത്തുള്ള ദുഃഖമാണ്. അതാണ് ഇന്നലെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. വന്ന് ഫ്രണ്ട് ഇരിക്കണം, പറയുന്ന കസേര ഫ്രണ്ട് വന്നു. ഞാൻ വിട്ടേക്കണം. അപ്പോ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? പിതാവ് കൊടുത്ത വാക്ക് സത്യമാക്കാൻ, തനിക്ക് അവകാശപ്പെട്ടതായിരിക്കുന്ന സർവസ്വം ഉപേക്ഷിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയി. മാതാപിതാക്കന്മാരുടെ വാക്കുകളെ നിഷേധിക്കുകയോ അവരെ അനുസരിക്കാതെയോ അല്ലെങ്കിൽ അവർക്ക് സങ്കടം വരുത്തുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ ഒന്നും മക്കളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. നികൃഷ്ട ജന്മങ്ങളായിട്ട് കാണണമെന്ന പുത്രൻ എന്ന് പറയണത്, അല്ലെ പുത്രി എന്ന് പറയണത്, പുണ്യാകമാകുന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവരാണ് പുത്രൻ. പിതാവിനെ അല്ലെ പിതൃക്കളെ നരകത്തിൽ നിന്ന് ഇവിടെ ഇതുവഴി വരും. ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വാങ്ങി ഇങ്ങനെ ഓടിപ്പോവാ. അതങ്ങനെ സാമ്പ്രാണി എടുക്കാൻ പോയി വെച്ചാൽ എണ്ണയാണ് പഠിക്കുന്നു വെച്ചാൽ ശരിയായില്ലേ? ഒത്തിരി ചിത്രം പഠിക്കാനുണ്ട്. നിങ്ങൾ അതെന്നെ കണ്ട് പേടിച്ച് പോയത് അപ്പുറത്ത് എനിക്കറിയാം. അപ്പോ അതുകൊണ്ട് പിതാവിന്റെ വാക്കുകളെ കേട്ടുകൊണ്ട് രാജ്യത്തിലെ പ്രജകൾക്ക് ദുഃഖമുണ്ടാക്കുന്ന ദുഷ്ടമൃഗങ്ങളെ ഇല്ലാതെയാക്കാനായിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോയി. അത് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് ചില ദുഃഖമുണ്ടാക്കി. അപ്പൊ ചോദിക്കും, ഭാര്യയോട് ധർമ്മമില്ലേ? ഉണ്ട്. പക്ഷെ ഉണ്ടെങ്കിലും പിതാവിന്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മാതാവിന്റെയും പിതാവിന്റെയും വാക്കുകൾക്ക് വേണം ആദ്യത്തെ പ്രാധാന്യം കൊടുക്കാൻ. അത് കഴിഞ്ഞാണ് ഭാര്യ വന്നതും ഭർത്താവ് വന്നതൊക്കെ. പിന്നെ ഞാനിടയ്ക്ക് പറയാറുണ്ട്, ഭാര്യയുടെയും ഭർത്താവിന്റെയും വാക്കുകൾക്കൊക്കെ, അച്ഛന്റെയും അമ്മയ്ക്കും വാക്കുകൾക്കൊക്കെ വില കൊടുക്കണം. എങ്കിലും
തന്റെ ജീവിതത്തെ ഇല്ലാതെയാക്കുന്നതാണ് ആ വാക്കുകളെങ്കിൽ അതിനെ ഉൾക്കൊള്ളേണ്ടതായ ഒരു ആവശ്യകതയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലുണ്ടാവും. ഇപ്പൊ വിവാഹമൊക്കെ കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ ജീവിക്കുന്ന ഒരു ജീവിതത്തില് അവിടെ മാതാപിതാക്കന്മാരുടെ വാക്കുകൾ കൊണ്ട് തന്റെ ജീവിതം കുഴപ്പമാവും എന്ന് തോന്നുന്നതാണെങ്കിൽ അതിനെ സ്വീകരിക്കേണ്ട കാര്യമില്ല. എല്ലാ അച്ഛനമ്മമാരുടെ വാക്കുകളും അല്ലെങ്കിൽ അച്ഛനമ്മമാരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും തന്റെ ജീവിതത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് വേണം അത് ചെയ്യാൻ. തന്റെ ജീവിതത്തിന് ഉപകാരപ്രദമാകുന്ന വാക്കുകളാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ ദോഷമുണ്ടാക്കുന്നതല്ല എങ്കിൽ അതിനെ സ്വീകരിക്കുക തന്നെ വേണം, തള്ളിക്കളയാൻ പാടില്ല. അവിടെ ഭാര്യയുടെ വാക്കുകൾക്ക് പ്രാധാന്യമില്ല. അവിടെ പിതാവിന്റെ അല്ലെ മാതാവിന്റെ വാക്കുകൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. പക്ഷേ തന്റെ ജീവിതത്തെ ഇപ്പൊ പല പെൺകുട്ടികളുടെയും ജീവിതം തകർന്നു വന്ന ഈ അമ്മമാരുടെ പ്രശ്നമാണ്. കണ്ടിടത്തോളം പല പെൺകുട്ടികളുടെയും ജീവിതം തകർന്നത് ഈ പെൺകുട്ടികളുടെ അമ്മമാരിൽ തന്നെയാണ്. വേണ്ടാത്തെല്ലാം കുരിപ്പിക്കൊടുത്ത് അവസാനം രണ്ട് പാത്രമായി കഴിയുമ്പോൾ സമാധാനമായി അമ്മയ്ക്ക്. അങ്ങനെയുള്ള അമ്മമാരും ഉണ്ട്. എന്നെ തല്ലിക്കൊല്ലാനൊന്നും വരരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ലൊരു ശതമാനം പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം തകർത്തത് ആ പെൺകുഞ്ഞുങ്ങളുടെ അമ്മമാർ തന്നെ. അവരുടെ വാക്ക് കേട്ട് തുള്ളാൻ പോകുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമാകുകയും ചെയ്യും. അമ്മയ്ക്ക് സന്തോഷം, മക്കളിന് പോലെ അടുത്തിനെ നമുക്ക് കപ്പാന്ന് പറയും. എന്നിട്ട് അടുത്തന്നെ ഇതുപോലെ ആക്കി എടുക്കും. അവിടെ കുഴപ്പമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നും മാറരുത്. ഒരു കുഞ്ഞിനെ ജീവിക്കാനായിട്ട് പറഞ്ഞു വിട്ടാൽ അവരുടെ ജീവിതത്തിലേക്ക് പിന്നെ പരമാവധി കൈ കടത്താതെ ഇരിക്കുക. അവരായി അവരുടെ പാടായി അവരെ ജീവിക്കാൻ വിടുക. അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ. അത്ര വലിയ തെറ്റുകളൊക്കെയാണ് വരുന്നത് എങ്കിലും ഒക്കെ അങ്ങനെ ഇടപെട്ടാൽ പിന്നെ ഞാൻ ഇപ്പോഴത്തെ പെൺപിള്ളാരോട് പറയാനുണ്ട്, ഒരു കാരണവശാലും നിങ്ങളുടെ അമ്മമാരെ നിങ്ങളുടെ ജീവിതത്തിൽ കൈകടത്താൻ അനുവദിക്കരുത്. അനുവദിച്ച് പോയാൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നം കൊണ്ട് ഡൈവോഴ്സെ കൊണ്ട് നിർത്തും. എന്താ നിങ്ങളെന്നെ നോക്കി പിടിക്കുന്നത്? ഞാൻ പറഞ്ഞ ശരിയില്ല. ഒരു ശതമാനം നല്ലൊരു ശതമാനം ഈ സീരിയൽ കണ്ടി കുശുമ്പ് കുഞ്ഞാമെ പിടിച്ചതാന്ന് തോന്നി ഇങ്ങനെ ഓരോ കുടുംബവും ഇല്ലാതാക്കുന്നത്. കൊണ്ട് പരമാവധി എന്ത് കാണാതിരിക്കുക? ഒപ്പത് തന്നെ ഇല്ലേ? അത് ഞങ്ങളല്ലേ. അപ്പോ ഇവിടെ പിതാവിന്റെ വാക്കുകൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം, കാരണം അത് രാജ്യത്തിലെ പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭാര്യയുടെ ആഗ്രഹത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പിതാവിന്റെ വാക്കുകൾക്കായതുകൊണ്ട് പിതാവിന്റെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് അദ്ദേഹം വനത്തിലേക്ക് പോയി. പക്ഷെ പോയ വഴിക്കും അദ്ദേഹത്തിനും മനസ്സുകൊണ്ടൊരു വ്യഥയുണ്ടായി. തന്റെ ഭാര്യയുടെ ആഗ്രഹത്തെ സത്യമാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ ഭാര്യയെ ഓർത്തോർത്തിരുന്നിരുന്ന് അദ്ദേഹത്തിന്റെ വികാരം ഉണർന്ന് സ്ഖലനമുണ്ടായിരുന്നു. ആ വീര്യം പാഴാവാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം അതൊരു ഇലക്കുമ്പിളിലെടുത്തു. എടുത്ത് കഥയിൽ ചോദ്യമൊന്നുമില്ല, അതിനകത്തൊഴിക്കേണ്ട അമ്മായി ഇങ്ങനൊഴിക്കേണ്ട വെച്ചു. അത് തുളുമ്പി ആ പാത്രം വെച്ചേക്കും. എണ്ണ ആ പാത്രം എണ്ണ പ്ലേറ്റ് ആ വീര്യം പാഴാവാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് ഒരു ഇലക്കുമ്പിളിൽ എടുത്ത് സൂക്ഷിച്ചുകൊണ്ട് കഥയിൽ ചോദ്യമില്ല. അപ്പോഴാണ് അതുവഴി പരുന്ത് പോണത് കണ്ടു. പരുന്തിനോട് പറഞ്ഞു, ഈ വീര്യം എന്റെ ഭാര്യയുടെ അടുത്തെത്തിയാണ്. പരുന്തിന് മനുഷ്യൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന വെച്ചാൽ എനിക്കറിഞ്ഞുകൊണ്ട് പരുന്തെന്തായാലും അത് സ്വീകരിച്ചുകൊണ്ട് ഉപരിചരന്റെ ഭാര്യയായ ഗിരിയുടെ അടുത്തേക്ക് യാത്രയായി. പോണ വഴിക്ക് മറ്റു ചില പരുന്തുകൾ കണ്ടു ഈ പരുന്ത് പോണത്. അപ്പൊ ചുണ്ടിലെന്തോ ഒന്ന് ഇരിക്കണതും കണ്ടു. മാംസകഷ്ണമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ബാക്കിയുള്ള പരുന്തെല്ലാം കൂടി ഇതിനെ ആക്രമിച്ചു. ചുണ്ടിലുണ്ടായിരുന്ന ഈ ഇലക്കൂമ്പിലുണ്ടായ വീര്യം താഴേക്ക് വന്നു. അതൊരു നദിയിലാണ് ചെന്ന് പതിച്ചത്. അവിടെ
അവിടെ ഒരു മത്സ്യം ഉണ്ടായിരുന്നു. ഈ മത്സ്യം അതിനെ വിഴുങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, മത്സ്യം ഗർഭിണിയായി. ഈ മത്സ്യത്തെ അവിടുത്തെ ഒരു മുക്കുവന് കിട്ടി. അദ്ദേഹം കൊണ്ടുവന്ന് ഇതിനെ കീറി നോക്കിയപ്പോൾ 2 മനുഷ്യക്കുട്ടികൾ, ഒരാളും ഒരു പെണ്ണും. നിയമം അനുസരിച്ച് വിശിഷ്ടമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അത് രാജാവിനെ ഏൽപ്പിക്കണമെന്ന്. അതുകൊണ്ട് നേരെ 2നെ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? രാജാവിന്റെ അരികിലേക്ക് കെട്ടി. രാജാവ് ആൺകുട്ടിയെ സ്വീകരിച്ചു, പെൺകുട്ടിയെ ദാസന് വളർത്താനായിട്ട് കൊടുത്തു. ഇല്ല, മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നതായതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ശരീരത്ത് മത്സ്യത്തിന്റെ ഗന്ധമുണ്ടായി. അങ്ങനെ മത്സ്യഗന്ധി എന്നൊരു പേര്. വേറൊരു പേരുണ്ടായിരുന്നു കാളി. കറുത്ത നിറമായതുകൊണ്ട് അവളെ കാളി എന്ന് പലരും വിളിച്ചു. അങ്ങനെ ഈ ദാസന്റെ കൂടെ ജീവിക്കുന്ന കാലത്താണ് പെൺകുട്ടി വളർന്നു, യൗവനയുക്തയായി. കാണാൻ സുന്ദരിയാണ്, പക്ഷേ കറുത്ത നിറമാണെന്നേ ഉള്ളൂ. കറുപ്പത്ര മോശമുള്ള കളറൊന്നും കറുപ്പിനുമുണ്ട് 7 അഴക്. അതുകൊണ്ടാണല്ലോ കൃഷ്ണനെ എല്ലാവരും ഇഷ്ടപ്പെട്ടത്. കൃഷ്ണന്റെ നിറം എന്താ? എന്തോ കൃഷ്ണന്റെ നിറം? അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അത്ര പരിചയം പോലെ. ഭഗവാൻ കൃഷ്ണന്റെ നിറം എന്താന്നാ പറയണേ? കരിവണ്ടിന്റെ കളറാന്നാ. കാളിയുടെ നിറം എന്തുവാ? കറുപ്പ കാളിയുടെ. നമ്മളെല്ലാം നീലയ്ക്കകത്ത് കാണിക്കണം. നമുക്ക് കറുപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മള് നീല അങ്ങ് പോയി കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. പോട്ടെ. എന്തായാലും അങ്ങനെ ഈ ധനേശന്റെ വീട്ടില് കുടിലിൽ ഇങ്ങനെ കഴിയുമ്പോഴാവും അദ്ദേഹത്തിന്റെ ഒരു ജോലിയുണ്ട്. എന്താ? മീൻപിടുത്തം മാത്രമല്ല, വള്ളത്തിലെ ആളിനെ നടിയുടെ അക്കരെ ഇക്കരെ കടത്തുന്ന ഒരു സ്വഭാവമല്ല, ജോലിയുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കൂടി കൊണ്ടാണ് ജീവിതം കഴിഞ്ഞു പോണത്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരാശരൻ എന്ന് പറയുന്ന മുനിശ്രേഷ്ഠൻ ഈ നദിയുടെ മറുകര കടക്കാനായിട്ട് വന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് പുത്രിയായ മത്സ്യഗന്ധിയോട് പറഞ്ഞു, പുത്രി, നീ എന്ത് ചെയ്യുക? ആ ഋഷിവര്യനെ ആ നദിക്ക് അക്കരെ ഒന്ന് കടത്തണം. അന്നം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആര് വന്നാലും അവിടെ നിന്ന് എഴുന്നേക്കാൻ പാടില്ല. എഴുന്നേറ്റ് പോയാൽ പിന്നെ അന്നം കഴിക്കാനും പാടില്ല. അതുകൊണ്ടല്ലേ നമ്മൾ അത് എടുത്തോണ്ടാണ് പോണേ, അല്ലേ? അത് കൈ പിടിച്ചോണ്ട് നമ്മളിങ്ങ് പോകും. പാടില്ല. അപ്പോ അതുകൊണ്ട് പുത്രിയോട് പറഞ്ഞു, പുത്രി, നീ തന്നെയല്ലേ ഋഷിവര്യനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ആ മറുകര ഒന്ന് കടത്തിയിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ മത്സ്യഗന്ധി ഈ പരാശര മുനിയെയും കൊണ്ട് വള്ളത്തിലേറി നദിയുടെ ഏതാണ്ട് മധ്യഭാഗം എത്തിയപ്പോ എന്തുകൊണ്ടോ പരാശര മുനിക്ക് ഒരു കാമവികാരം ഉള്ളിലുണ്ടായില്ല. ഈ മീന്റെ നാറ്റമൊക്കെ ആയിട്ടും ഒന്നും നോക്കിയില്ല. മത്സ്യഗന്ധിയുടെ കയ്യിൽ കടന്നു പിടിച്ചു. മത്സ്യഗന്ധി പറഞ്ഞു, പാടില്ല, ഇത് അങ്ങൊരു മുനിയ. ഈ നാറുന്ന ശരീരത്തോട് ഇത്രമാത്രം കാമം തോന്നാൻ എന്താണ് കാരണം? അതുകൊണ്ട് അങ്ങ് ഈ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞു. അദ്ദേഹം വെടിവിട്ടു. പക്ഷെ എന്നിട്ടും പറ്റണില്ല. കുറച്ചുകൂടി പോയപ്പോൾ വീണ്ടും കടന്നു പിടിച്ചു. പറഞ്ഞു, നദിയുടെ മധ്യഭാഗമാണ്, ഒന്ന് മറുകര എത്താനുള്ള സമാധാനങ്ങളിൽ കാണിക്കേ.
അങ്ങനെ മറുകര എത്തിക്കഴിഞ്ഞപ്പോ വീണ്ടും കാമത്തെ അടക്കാൻ വയ്യാതെ പരാശര മുനി മത്സ്യഗന്ധിയെ പിടിച്ചപ്പോ മത്സ്യഗന്ധി പറഞ്ഞത് പാടില്ല. നാട്ടുകാരൊക്കെ കാണും പകലാണ്. തന്നെയല്ല, ഈ മത്സ്യത്തിന്റെ ഗന്ധമുള്ള ഈ ശരീരത്തോട് ഇത്രമാത്രം ആർത്തി ഉണ്ടാവാൻ എന്താണ് കാരണമാകുക? പരാശരമണി പറഞ്ഞു, ഹേ മത്സ്യഗന്ധി, ഇതൊരു നിയോഗമാവാം. എന്റെ ജീവിതയാത്രയിൽ ഞാൻ അനേകം സുഗന്ധപൂരിതമുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, സുന്ദരികളെ കണ്ടിട്ടുണ്ട്. ആരോടും തോന്നാത്ത ഒരു വികാരമാണ് നിന്നോട് എനിക്ക് തോന്നുന്നത്. അത് ഈ പ്രപഞ്ചത്തിന്റെ നിയോഗമാവാം. അപ്പൊ പറഞ്ഞു, ഈ ശരീരത്തിന്റെ ആ ഒരു മത്സ്യത്തിന്റെ നാറ്റം അതെനിക്ക് മടുപ്പ് തോന്നണില്ലേ? നമ്മൾ കഴിക്കാറുണ്ട് മത്സ്യല്ലേ? കഴിക്കില്ലേ? കൈ കഴുകാതെ മണത്ത് നോക്കിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ മത്സ്യം മേടിക്കും, വൃത്തിയാക്കും, കഴിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ സോപ്പിട്ടത് കഴുകാതെ കുറെ കഴിയുമ്പോൾ ഇങ്ങനെ നടന്നിട്ട് എന്താ പറയും? ഓ, ഇന്റെ നാട്ടിൽ സഹിക്കാൻ വയ്യ, പിന്നെന്തേലും കുഴപ്പമില്ലായിരുന്നു ഇല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അപ്പോ ആ ഗന്ധം നമുക്ക് സഹിക്കാൻ കഴിയില്ല. പറഞ്ഞു, മത്സ്യഗന്ധോ കഷണങ്ങൾ നീ വിഷമിക്കണ്ട, ഇപ്പൊ നിനക്ക് എന്ത് ചെയ്ത് തരാം? കസ്തൂരിയുടെ ഗന്ധമാക്കി തരാന്ന. വേഗം തന്നെ പരാശരൻ അനുഗ്രഹിച്ചു, കസ്തൂരിയുടെ ഗന്ധമാക്കി. അപ്പൊ പറഞ്ഞു, പകല നാട്ടുകാർ കാണും, അത് സാരമില്ല, ഇപ്പൊ റെഡിയാക്കി തരാന്ന. ഉടനെ അവിടെ ഒരു മഞ്ഞങ്ങ് സൃഷ്ടിച്ചു. പറഞ്ഞ സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഞാൻ ഒരു കന്യകയാണ്. അങ്ങ് ഈ നാടോടിയായിട്ട് നടക്കുന്ന അങ്ങ് എനിക്കൊരു സന്തതിയെ തന്നെ ചങ്ങയ്ക്ക് പോകാം. പക്ഷേ ഞാൻ നാട്ടുകാരെടുത്ത്, എന്റെ അച്ഛൻ്റെ അടുത്ത് എന്ത് പറയും? എന്റെ കുലത്തിന്റെ മഹത്വത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഒന്നും എനിക്ക് നേടേണ്ടതില്ല എന്ന്. ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. എന്റെ കുലത്തിന്റെ അല്ലെ കുടുംബത്തിന്റെ മഹത്വത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഒരു ബന്ധത്തിനും ഞാൻ തയ്യാറല്ല. തന്നെയുമല്ല, എന്റെ കന്യകാത്വം നഷ്ടപ്പെടാനും പാടില്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പരമപ്രധാനമായ ഒന്നാണ് കന്യകാത്വം എന്നൊക്കെയാണ് പറയുക, അല്ലേ? ആണല്ലേ? അപ്പോ അതൊന്നും പോവാൻ ഒരു പെൺകുട്ടി സമ്മതിക്കില്ല. ആത്മാഭിമാനമുള്ളവളാണെങ്കിൽ, കുടുംബമഹത്വം ഉള്ളവളാണെങ്കിൽ ഒരിക്കലും തന്റെ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷൻ തന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അങ്ങനെ പോവും. എന്റെ പിതാവുണ്ട് അവിടെ, അദ്ദേഹത്തിനോട് ഞാൻ എന്ത് സമാധാനം പറയും? പറഞ്ഞു, ഹേ സുന്ദരി, നിനക്ക് മത്സ്യഗന്ധം മാറ്റി തന്നു, അതേപോലെ നിന്റെ കന്യകാത്വം നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, നിന്റെ പുത്രൻ ലോകപ്രശസ്തനായി തീരുകയും ചെയ്യും. സാധുസംഗമം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതമമായ ഒന്നായിട്ട് അത് കൽപ്പിച്ചിരുന്നു. അങ്ങനെ പരാശരമണിയുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുത്തു മത്സ്യഗന്ധി. അപ്പൊ മത്സ്യഗന്ധി അല്ല, സുഗന്ധിയാണ്. അങ്ങനെ ഉണ്ടായ പുത്രനാണ് വ്യാസൻ. അപ്പൊ ചോദിച്ചു, അല്ല ഈ മത്സ്യം രണ്ടു മനുഷ്യക്കുട്ടികളെ പ്രസവിക്കാൻ ധരിക്കാനൊക്കെ പറഞ്ഞതിനകത്തൊരു യോജിപ്പില്ലായ്മയുണ്ട്, എന്താ അത് അങ്ങനെ വരാൻ കാരണം? അപ്പൊ പറഞ്ഞു, അത് അദ്രിക എന്ന് പറയുന്ന ഒരു അപ്സരസ്. ഒരിക്കലൊരു മുനി ജലത്തിൽ നിന്നുകൊണ്ട് തർപ്പണം ചെയ്യുമ്പോൾ അവിടെ ചെന്ന് കൈകൾ കൊണ്ട് വെള്ളം ഇങ്ങനെ തെറിപ്പിച്ചു ദേഹത്തിന് ദേഹത്തെ. മത്സ്യം പിടയ്ക്കുന്നത് പോലെ കിടന്ന് പിടച്ചു. ഇങ്ങനെ വെള്ളം ഈ ഋഷിവരിന്റെ ദേഹത്ത് വന്നു. അപ്പൊ അദ്ദേഹം ശപിച്ചതാണ്, നീ മത്സ്യം കിടന്ന് പിടയ്ക്കുന്ന പോലെ പിടച്ചെന്റെ ദേഹത്തെല്ലാം വെള്ളമാക്കിക്കൊണ്ട് നീ മത്സ്യമായി പോവട്ടെ.
ശാപം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ അപ്സരസിന് ബോധമുണ്ടായത്. വേഗം ചെന്ന് ക്ഷമ ചോദിച്ചു. ഇനിയിപ്പം പറഞ്ഞ വാക്കൊന്നും പിൻവലിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാം? ഒരനുഗ്രഹം തരാം. നീ 2 മനുഷ്യക്കുട്ടികൾക്ക് ജന്മം കൊടുത്തു കഴിയുമ്പോ നിനക്ക് ശാപമോക്ഷം ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ആണ് ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ കുട്ടികള് വരാനുണ്ടായ കാരണം. അങ്ങനെ സത്യവതിയുടെയും പരാശരന്റെയും പുത്രനായിട്ടുണ്ടായ വ്യാസൻ എന്നായിരുന്നില്ല പേര്. ദ്വീപിലുണ്ടായതുകൊണ്ട് ദ്വൈപായനെന്നും, നിറം കറുത്ത കൃഷ്ണവർണ്ണമായതുകൊണ്ട് കൃഷ്ണദ്വൈപായനെന്നും, പിന്നീട് വേദങ്ങളെ വിപുലീകരിച്ചുകൊണ്ട് രസിച്ചതുകൊണ്ട് പിന്നീടുണ്ടായ പേരാണ് വ്യാസൻ, വേദവ്യാസൻ എന്ന് വന്നത്. ഈ സത്യവതിയെ പിന്നീട് ശന്തനു മഹാരാജാവ് വിവാഹം ചെയ്യുന്നുണ്ട്. അപ്പൊ ചോദിക്കും, ഇങ്ങനെയൊക്കെ ശരിയാവുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് ഇതൊക്കെ സംഭവ്യമായിട്ടുള്ളതാണ് എന്ന്. ഇപ്പൊ നമുക്കിവിടെ ഒരു സംശയം തോന്നാം, നമ്മുടെ ഋഷിവര്യന്മാരെല്ലാം ഇങ്ങനെ സ്ത്രീകളെ കണ്ട ഉടനെ കാമമുണ്ടാവുന്നവരാണോ? കഥകളിന്റെ മണ്ടയ്ക്കൂടെ പോയാൽ അങ്ങനെ തോന്നും. പക്ഷെ ഇവിടെ പരാശരൻ എന്ന് പറയുന്നത് പരനിലേക്ക് ശരമയച്ചവന്. പരൻ എന്ന് പറയുന്നത് ഈശ്വരൻ അല്ലെ ബ്രഹ്മം. ആ ബ്രഹ്മത്തിലേക്ക് ശരമയക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജന്മലക്ഷ്യം എവിടെ എത്തുക എന്നുള്ളതാണ്. ബ്രഹ്മത്തിൽ ലയിക്കുക. അതായത് എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരികെ ചെല്ലുക എന്നുള്ളത്. നമ്മളൊക്കെ വന്ന എവിടുന്നാ വന്നേ? ഇപ്പൊ നിങ്ങൾ എവിടുന്നാ വന്നേ? വീട്ടിൽ. തിരിച്ചു ചെന്ന് കയറുന്ന എവിടെയാണ്? ആരുടെ വീട്ടില്? എന്തിനാ നിങ്ങൾ അവിടെ പോയി കയറുന്നേ? ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് കയറിയാ പോലെ എന്താ പറ്റാതെ? സമ്മതിക്കില്ല അല്ലേ? പക്ഷെ നമ്മൾ പല വീടുകളിൽ കയറി ഇറങ്ങി പോകുന്നവരാണ്. എന്താ കാരണം? യഥാർത്ഥ വീട്ടിലേക്ക് ചെന്ന് കയറാൻ നമുക്ക് കഴിയാതെ വരുന്നു. പിടികിട്ടില്ല. മനുഷ്യജന്മം കിട്ടിയത് എന്തിനാണ്? എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് ചെന്ന് ചേരാനാണ്. പക്ഷെ നമുക്കെന്ത് പറ്റുന്നു? നമ്മളിവിടെ ഈ കാണുന്ന വിഷയങ്ങളിലെല്ലാം ഇന്ദ്രിയങ്ങളെ വിട്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതെല്ലാം ഞാനാണ് ചെയ്തത് എന്ന് വിചാരിച്ച് ഓരോ വിഷയങ്ങളിലും ആസക്തി ഉണ്ടായി യഥാർത്ഥ ബോധത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നമ്മൾ വിട്ട് പോകുന്നത് കൊണ്ട് എവിടെ നിന്നാണോ നമ്മൾ വന്നത് അവിടേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. അതിന് കാരണം മായയാണെന്ന് പറയാറുണ്ട്. മായ എപ്പോഴാണോ നമ്മളോടൊപ്പം കൂടുന്നത് അപ്പോൾ മുതൽ നമ്മുടെ യാത്ര തിരിഞ്ഞു പോകുന്ന നല്ല നേരെയുള്ള വഴിക്കൂടെയല്ല നമ്മൾ അപ്പോൾ പിന്നെ യാത്ര ചെയ്യുക. അതുകൊണ്ട് എവിടെ എത്തില്ല, നമുക്ക് എത്തേണ്ടടുത്ത് എത്താനായിട്ട് സാധ്യമാവില്ല. അപ്പോ ആ മനുഷ്യജന്മം കൊണ്ട് ഈശ്വരനിലേക്ക് ശരമയക്കെന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെട്ടവളാണ് പരാശരൻ. പക്ഷേ ഇവിടെ എന്തു പറ്റി? ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് മായ ബാധിച്ചതുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുത്രനെ നൽകാൻ, അല്ലെങ്കിൽ ആ സത്യവതി, പിന്നീട് മത്സ്യഗന്ധി മാറി സത്യവതി എന്നൊരു പേരുകളുണ്ട്. സത്യവതിയുമായിട്ട്, സത്യത്തെ പ്രാപിച്ചവളുമായിട്ട്, അതായത് ബുദ്ധിയാണ്, സത്വബുദ്ധിയാണ്. പിടികിട്ടുന്നുണ്ടോ? അതോ ഇന്ന് ഉറങ്ങുവാണ്? ചൂട് കൂടുതലായിരിക്കും, അറിയാം, ഉറക്കൊക്കെ വരും. പിന്നെ ഉറങ്ങുന്നവരെ ഞാൻ ശല്യം ചെയ്യാറില്ല. എന്റെ ഈ ശബ്ദമൊക്കെ കേട്ട്, ഈ പറവറാന്നുള്ള ശബ്ദമൊക്കെ കേട്ടിട്ട് ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം വീട്ടിൽ കിടന്നുറങ്ങിയവർ എന്തെങ്കിലും ഒരു അനക്കം കേട്ടാൽ എത്തി ഉണരുന്ന ആൾക്കാരാണ് ഇത്രയും വലിയ ശബ്ദം കേട്ടിട്ട് കിടത്തുരുന്ന് ഉറങ്ങുന്നത്. അപ്പൊ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമാധാനം എവിടെ ഉണ്ട്? എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സമാധാനം, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വയ്യാത്തവരൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മൾ യജ്ഞശാല വട്ടാം,
സുഖമായിട്ട് ഉറങ്ങാം, ആരും ശല്യം ചെയ്യില്ല കേട്ടോ. അതിന് സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കണ്ട. ഇവിടെ വന്ന് ചോറ് കൊണ്ട് കഴിഞ്ഞിട്ട് ഇരിക്കുക, ഫാനിന്റെ കീഴോട്ട് തന്നെ ഇരുന്നോ. പിന്നെ എന്താ ഗുണം? പതുക്കെ അവിടെ നാട്ടുന്നത് അല്ലേ? തമാശ പറഞ്ഞതല്ല. ഭഗവതിയുടെ അല്ലെ ഭഗവാന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖമൊന്നും എവിടെ കിട്ടില്ല, എവിടെ കിട്ടില്ല, വീട്ടിൽ കിട്ടില്ല അല്ലേ? അതുകൊണ്ട് എത്രമാത്രം എവിടെ എന്താ ഞാൻ പറഞ്ഞു, എന്റെയൊക്കെ ശബ്ദമൊക്കെ ഇത്രയും ബോക്സിനകത്തോടെ കേട്ടിട്ടും ഇരുന്ന് ഉറങ്ങണമെങ്കിൽ അത്രമാത്രം സുഖം സ്വസ്ഥത എവിടെ കിട്ടുന്നുണ്ട്? ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ആരാ അവിടെ നാസരം വായിക്കുന്നേ? തയ്യലുകാരനെ വിളിക്കണോ ഞാൻ? ഇതുപോലൊക്കെ ഇറങ്ങാൻ വീട്ടിലുണ്ട് ഒട്ടം പോയേ ഇല്ലേ? അതുകൊണ്ട് അങ്ങനെ പോലും ഒച്ച കേട്ട ഉടനെ നമ്മൾ ഞെട്ടി ഉണരും. പക്ഷെ ഇവിടെ വന്നിരുന്ന് എത്ര ഒച്ച കേട്ടാലും നമുക്ക് എന്ത് തോന്നില്ല, നമ്മൾ ഉണരില്ല. അത്രമാത്രം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അതാണ് യജ്ഞശാലയ്ക്കുള്ള ഗുണം. അപ്പോ അതുകൊണ്ട് ആ പരമമായിരിക്കുന്ന സത്യബുദ്ധി അല്ലെങ്കിൽ സത്വബുദ്ധി ലക്ഷ്യമാകുന്ന ഈശ്വരനിലേക്ക് എത്തിച്ചേരുമ്പോ അതിൽ നിന്നുണ്ടാകുന്ന ഫലമാണ് വ്യാസം. വ്യാസം എന്ന് പറഞ്ഞാൽ ആരാ? ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. അപ്പൊ സത്വബുദ്ധിയായ ഈശ്വരനുമായി ചേരുമ്പോ അങ്ങനെ ചേരുന്ന ജീവന് കിട്ടുന്നതാണ് ജ്ഞാനം. അല്ലാതെ ഇവിടെ മുനി കയറി സ്ത്രീയെ പിടിക്കുന്നൊന്നും അല്ല. നമ്മൾ ആ തരത്തിൽ ചിന്തിച്ചു പോയാൽ അത് വലിയ അബദ്ധമായിട്ട് പോകും. എങ്ങനെയുള്ള ആളെ കിട്ടിയ? ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളിനെ കിട്ടി അല്ലേ? ലോകം മുഴുവൻ അറിയപ്പെടുന്ന. അപ്പൊ ആ ജ്ഞാനം അത്രമാത്രം ഉയർന്നതായ ജ്ഞാനമാണ് അവിടെ കിട്ടുക. അപ്പൊ എന്ത് വേണം? പരനുമായിട്ട് ബന്ധമുണ്ടാവണം. പരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായിട്ട് ബന്ധമുണ്ടാവണം. അതിനെങ്ങനെയുള്ള ബുദ്ധിയായിരിക്കണം? സത്വബുദ്ധിയായിരിക്കണം. നമ്മുടെയൊക്കെ ബുദ്ധി എങ്ങനെയുള്ള ബുദ്ധിയാണ്? നമ്മുടെ ബുദ്ധി എങ്ങനത്തെ ബുദ്ധിയാണ്? ബുദ്ധിയാണ്. അതുകൊണ്ടാണ് നമുക്ക് എവിടോട്ട് പോകാൻ വയ്യാത്തത്. പരമയ്ക്കലേക്ക് ചെല്ലാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പൊ കുബുദ്ധി മാറ്റി സുബുദ്ധിയാക്കുക. അക്ഷരം ഒന്ന് മാറ്റിയാൽ മതി. അപ്പൊ നമുക്ക് എവിടേക്ക് ചെല്ലാൻ പറ്റും? വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. ഉണ്ടായി കഴിയുമ്പോ നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിനെ ആശ്രയിക്കേണ്ട ആളാരാന്നറിയാമോ? പരമപ്രധാനമായിട്ട് അതിനുള്ള വഴി കാട്ടി തരുന്നവളാണ് ഭദ്രകാളി. നമ്മൾ വന്ന വഴി കാട്ടി തരുന്നവളാണ് ആര്? ഭദ്രകാളി. അതുകൊണ്ട് ഭദ്രകാളിയെ ആശ്രയിച്ചാൽ വീട് വിട്ടുപോകാതെ നമുക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റും. അങ്ങനെ ആ കഥകളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടാണ് പരീക്ഷിത് മഹാരാജാവിന്റെ മരണം പറയണത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ്? തക്ഷകൻ കഴിച്ച് മരിക്കാൻ ഇടയാവട്ടെന്നൊരു ശാപം കൊടുത്തു അല്ലേ? ഭാഗവത്തിൽ കേട്ടിട്ടില്ലേ കഥ? എന്താ? അപ്പോ തക്ഷകൻ കഴിച്ച് മരിക്കാൻ ഇടയായി ശാപം കിട്ടി. ഇതറിഞ്ഞ തക്ഷകൻ പരീക്ഷിത് മഹാരാജാവിന്റെ അരികിലേക്ക് പോകണം. എന്തിനാ? തക്ഷകനെ ഇല്ലാതെയൊക്കെ അല്ല, പരീക്ഷത്തിനെ ഇല്ലാതെയൊക്കെ. അപ്പോ കശ്യപർഷിയും അതിന് തടയിടാനായിട്ട് ഇറങ്ങി. കാരണം പ്രജകൾക്ക് വേണ്ടുന്ന വണ്ണം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന പ്രജാതൽപരനായിരിക്കുന്ന ഒരു രാജാവ്, ഒരു ചക്രവർത്തി ഈ ലോകത്തു നിന്ന് ഇല്ലാതെയാകുക എന്ന് പറഞ്ഞത് സങ്കടമുള്ള കാര്യമാണ്. പ്രജാതൽപരന്മാരായ പോയി തൊലയട്ടെ എന്ന് പറയാം. പക്ഷെ പ്രജകൾക്ക് താല്പര്യമുള്ള പ്രജകളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ പ്രജകൾക്ക് വേണ്ടതായ സംരക്ഷണം കൊടുത്തുകൊണ്ട് പ്രജാതൽപരനായിരിക്കുന്ന ഒരു ഭരണാധികാരി ഒരു രാജ്യത്തിന് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ സഹിക്കില്ല. അങ്ങനെയുള്ള ആളായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. തന്നെയല്ല, പാണ്ഡവകുലത്തിൽപ്പെട്ട ആളുകൊണ്ട് ധർമ്മത്തെ പരിപാലിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തെ തക്ഷകൻ കടിച്ചു മരിക്കാൻ
ഇടയായാൽ ജീവിപ്പിക്കാനായിട്ടാണ് കശ്യപൻ പോണത്. രണ്ടുപേരും കൂടെ വഴി വെച്ച് കണ്ടുമുട്ടി. ആര് തമ്മില്? തക്ഷകനും കശ്യപനും കൂടി. തക്ഷകന് മനസ്സിലായത് കശ്യപനാണെന്ന് അറിയാം. ചോദിച്ച് എവിടെ പോണതാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പരീക്ഷിത് മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോവുക. എന്തിനാ? തക്ഷകൻ കടിച്ച് പരീക്ഷിത്ത് മരിച്ചാൽ പരീക്ഷത്തിനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോണതാണ്. ഏറ്റവും വലിയ വിഷമുള്ള ആളാണ് ആര്? തക്ഷകൻ. കാറ്റ് ഏറ്റാൽ പോലും നിൽക്കുന്ന സാധനം ചാരമാവുന്ന വിധത്തിലുള്ള വിഷമുള്ളതാണ്. അപ്പൊ തക്ഷകൻ ചോദിച്ചു, എന്റെ വിഷത്തിൽ നിന്നും പരീക്ഷത്തിനെ രക്ഷിക്കാനുള്ള കരുത്ത് അങ്ങേക്കുണ്ടോ? കശ്യപൻ ചോദിച്ചു, എന്നെ അതിജീവിക്കാനുള്ള കരുത്ത് തക്ഷകനുണ്ടോ? രണ്ടുപേർക്കും ഒരു സംശയം, രണ്ടുപേർക്കും കരുത്തുണ്ടോന്ന്. തക്ഷകൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ച് പരിഹരിച്ചു. ദാ ഈ നിൽക്കുന്ന ആൽമരം ഞാൻ ദഹിപ്പിക്കാൻ പോവാ, പറ്റുമെങ്കിൽ അത് അങ്ങൊന്ന് ജീവിപ്പിച്ച് കാണിക്കുന്നു. തക്ഷകൻ ഭൂന്ന് ഊതിയപ്പോഴത്തേക്ക് ആൽമരം എന്ത് ചെയ്തു? ഭസ്മമായി പോയി. എന്നിട്ട് തക്ഷകൻ ആരെ നോക്കി? കശ്യപനെ ഒരു നോട്ടം നോക്കി, ഒന്ന് കാണട്ടെ എന്ന്. തക്ഷകൻ കയ്യിൽ നിന്ന് കമ്മണ്ടിൽ നിന്ന് ഇച്ചിരി വെള്ളം നൽകിച്ച് അങ്ങോട്ട് ഒഴിച്ചപ്പോഴത്തേക്കും ചാരമെല്ലാം കൂടെ എന്തായി? പഴയ പോലെ ആലവൃക്ഷമായി. തക്ഷകന് മനസ്സിലായി കശ്യപന്റെ അടുത്തൊരു പണി നടക്കില്ല. പിന്നെ രമ്യതയിലെത്താനായി ശ്രമം. വേണ്ടതായിരിക്കുന്ന പ്രലോഭനങ്ങൾ കൊടുത്തു, ആവശ്യത്തിലധികം ധനം കൊടുത്തു എന്നാ പറയണേ. തക്ഷകൻ കൊടുക്കുന്ന ധനമൊന്നും സ്വീകരിക്കാൻ ആദ്യം കശ്യപൻ തയ്യാറായില്ല. കാരണം പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകനിൽ നിന്ന് രക്ഷിച്ചാൽ കിട്ടാൻ പോകുന്ന പാരിതോഷികങ്ങൾ കൂടാതെ പ്രസിദ്ധിയും വളരെ വലുതാണ്. പക്ഷേ കാലഗണന കൊണ്ട് കശ്യപന് മനസ്സിലായി പരീക്ഷത്തിന് ഇനി ആയുസ് ഇല്ല. അതുകൊണ്ട് തക്ഷകൻ കൊടുത്ത പ്രതിഫലമൊക്കെ വാങ്ങി അവിടെ നിന്നും തിരിച്ചുപോയി. അങ്ങനെ തക്ഷകൻ എന്ത് ചെയ്തു? തന്റെ യഥാർത്ഥ രൂപത്തിൽ അവിടെ ചെന്ന് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തില് പരീക്ഷത്തിന്റെ അരികിലും എത്തണം. അതിലൊരു ചെറു കൃമിയായിട്ട് ഒരു മാമ്പഴത്തിനുള്ളിൽ കയറിയിരുന്നതാണ്. അങ്ങനെ ആ മാമ്പഴം എവിടെ കിട്ടി? പരീക്ഷത്തിന്റെ കൈകളിലെത്തി. പരീക്ഷിച്ച് അതിങ്ങനെ പൂളിയപ്പോൾ അതിനകത്തൊരു പുഴുവിരിക്കണം. അപ്പൊ എപ്പോ കടിക്കും? ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് കണ്ടിക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കടിച്ചെങ്കിലേ പറ്റുള്ളൂ. ആ സൂര്യൻ അസ്തമിക്കാറായപ്പോ പരീക്ഷ പറഞ്ഞ ഈ പുഴു ഇനിയിപ്പോ എന്നാ ചെയ്യാനാ എന്ന് ചോദിച്ചിട്ട് തോളത്തോന്നിട്ടാ എന്ത് ചെയ്തു? നിമിഷ നേരം കൊണ്ട് ഇത് തക്ഷകനായിട്ട് മാറി പരീക്ഷത്തിനെ ദംശിച്ചു. അങ്ങനെ പരീക്ഷത്ത് മരണപ്പെട്ടു. ഇത് എല്ലാവർക്കും വളരെ സങ്കടമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹത്തിന്റെ പുത്രനായിരിക്കുന്ന ജനമേജയൻ തന്റെ പിതാവിന്റെ മരണത്തിന് കാരണക്കാരനായിരിക്കുന്ന തക്ഷകന്റെ വംശത്തിലുള്ള ഈ സർവത്തിനെയും ഹരിച്ചേ അടങ്ങൂ എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു സർപ്പസത്രം നടത്തിയതാണ്. ആ സർപ്പസത്രത്തില് സർവവിധമായ സർപ്പങ്ങളെയും ആവാഹിച്ച ഹോമകുണ്ടത്തിലേക്ക് ആഹൂതി ചെയ്തു. അവസാനം തക്ഷകനെ മാത്രം കിട്ടാതെ വന്നു. കാരണം അന്വേഷിച്ചപ്പോ തക്ഷകൻ ഇന്ദ്രനെ ശരണം പ്രാപിച്ചിരുന്നു. ഇന്ദ്രന്റെ കസാരയിൽ ഇങ്ങനെ ചുറ്റിപ്പെട്ട് കിടക്കണം. ഇതറിഞ്ഞ ജനമേജയൻ പറഞ്ഞു, ഇന്ദ്രനെ കൂടി ആവാഹിച്ചോളാം. അങ്ങനെ ഇന്ദ്രനെ കൂടി ആവാഹിക്കുന്ന അവസരത്തില് ഋഷിവര്യന്മാരുടെ നിർദ്ദേശാനുസരണം ആ സർപ്പസത്രം നിർത്തിവെച്ചു. ആ സർപ്പസത്രത്തിന്റെ പാപ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? ഈ അമ്പായജ്ഞം ജനമേജന് നടത്തുന്നത്. 9 ദിവസം കൊണ്ട് ദേവീ ഭാഗവതത്തെ ശ്രമിച്ചുകൊണ്ട് പൂജാവിധികളോടുകൂടി അദ്ദേഹം നടത്തുകയാണ്.
അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ നാഗങ്ങളൊക്കെ അല്ലെങ്കിൽ സർപ്പങ്ങളൊക്കെ ഈ ഹോമകുണ്ടത്തിൽ വീഴാനുള്ള കാര്യം ചോദിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ നാഗങ്ങൾക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്. എന്താണ്? സ്വന്തം അമ്മ ശപിച്ചതാണ്. അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാത്ത മക്കളെയൊക്കെ അമ്മ ശപിച്ചു. അമ്മമാരുടെ ശാപത്തിന് അപാരമായ പ്രഹരശക്തി ഉണ്ടാകുന്ന പറയാം. അതുകൊണ്ട് മക്കളെയൊക്കെ വല്ലതും പറയുമ്പോൾ അമ്മമാര് വളരെ സൂക്ഷിച്ച് പറയാവൂ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവിനോടായാലും മക്കളോടായാലും ഒക്കെ പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് അമ്മമാര് പറയാം. അച്ഛന്മാർക്ക് എന്താ വേണേലും പറയാം, ഒന്നും പിടിക്കത്തില്ല. പക്ഷെ അമ്മമാർ അങ്ങനെയല്ല, വളരെ ശ്രദ്ധാലുക്കളായിട്ട് വേണം ഓരോ വാക്കുകളും പുറത്തേക്ക് വിടാൻ. മനസ്സിലായോ? അതങ്ങനെ ശാപം കിട്ടിയവരാണ് ഇവർ. ഈ എന്താ ശാപം കിട്ടാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഈ കശ്യപന്റെ ഭാര്യമാരാണ് ആര്? വിനതയും കദ്രു, രണ്ടുപേരും. വിനതയുടെ പുത്രനാണ് ഗരുഡൻ, കദ്രുവിന്റെ പുത്രന്മാരാണ് നാഗങ്ങള്. അപ്പൊ ഒരിക്കല് ഈ കദ്രു വിനതയും കൂടി ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. എന്താ? സൂര്യന്റെ രഥത്തിലെ കുതിരയ്ക്ക് ഒരു പുള്ളിയുണ്ട്, തീർത്തും വെള്ളയല്ല, അതിന്റെ പുറത്തൊരു കറുത്ത കളറുണ്ടാവുന്നു കദ്രു പറഞ്ഞു. വിനത പറഞ്ഞു അങ്ങനെ ഇല്ല. രണ്ടുപേരും കൂടെ തർക്കാൻ. അവസാനം എന്താ വാത് വെച്ചിരിക്കുന്നത്? ആരാണോ ജയിക്കണത് ആ ആളിന്റെ അടിമയായി തീരും അടുത്ത ആളെന്ന്. അങ്ങനെ വാത് വെച്ചു. കദ്രു എന്ത് ചെയ്തു? തന്റെ മക്കളോട് പറഞ്ഞു, പോയി വിനത സൂര്യൻ ഉദിച്ചു വരുമ്പോ സൂര്യന്റെ തേരിലുള്ള കുതിരയുടെ പുറത്തു പോയി ഇങ്ങനെ കിടക്കണം. ദൂരം നോക്കുമ്പോൾ ഒരു പുള്ളി പോലെ കാണും. അങ്ങനെ ആ നാഗങ്ങള് പോയി കിടക്കണം എന്ന് പറഞ്ഞപ്പോ കദ്രുവിനോട് വിയോജിപ്പ് കാട്ടിയ കുറെ മക്കളുണ്ട്. അവരെയാണ് ശപിച്ചത്, നിങ്ങള് അഗ്നിയിൽപ്പെട്ട് ജീവൻ ഒടുങ്ങാൻ ഇടയാവട്ടെ. അവസാനം എന്തുപറ്റി? ഈ വിനത പരാജയപ്പെട്ടു. അധർമ്മത്തിൽ കൂടി കദ്രു ജയിച്ചു. അങ്ങനെ വിനത അടിമയായി തീർന്നു. ആ വിനതയെ ഗരുഡനാണ് പിന്നീട് ആ ശാപത്തിൽ നിന്നൊക്കെ രക്ഷിക്കണത്. അങ്ങനെ ആ നാഗങ്ങളാണ് ഈ സർപ്പസത്രത്തിൽ വന്ന് വീണുപോയത്. സത്യത്തില് മോക്ഷം പരീക്ഷത്തിന് കിട്ടണത് ഇതും പ്രകാരം പറയുമ്പോ ഈ ദേവീ ഭാഗവതം 9 ദിവസം കൊണ്ട് പാരായണം ചെയ്തതിന് ശേഷമാണ്. അതായത് 9 ദിവസം നവാഹയജ്ഞ രൂപേണ നടത്തി കഴിഞ്ഞപ്പോഴാണ് ഈ പരീക്ഷിത് മഹാരാജാവിന്റെ ജീവന് മുക്തി ഉണ്ടായത്. ദേവീ ഭാഗവതത്തിൽ കൂടി പറയും. എന്നാൽ ഭാഗവതം പറയണത് പരീക്ഷിത് മഹാരാജാവ് 7 ദിവസം ഭാഗവതം കേട്ടപ്പോൾ തന്നെ മുക്തനായി എന്നതാണ്. അപ്പൊ ഈ മോക്ഷം എന്ന് പറയുന്നത് ഏത് വിധത്തിലാണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. മോക്ഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നേടിയെടുക്കേണ്ടതാണ് മോക്ഷം. നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ആവാഹനമൊക്കെ ചെയ്ത് ഇല്ലേ രാജരൂപത്തിലേക്കൊക്കെ ആക്കി അതെടുത്ത് ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ട് കൊടുത്ത് നമ്മളെന്തോ പറയും, അപ്പൂപ്പനെ അവിടെ ഇരുത്തി. ഇപ്പൊ എന്തോ കിട്ടിയെന്ന്? മോക്ഷം കിട്ടിയത്. ചുമ്മാതാ, ഒരു മോക്ഷം കിട്ടാൻ പോകുന്നില്ല. ആ ഒരു ചൈതന്യത്തെ ദേവചൈതന്യവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിച്ചു എന്നുള്ളതല്ലാതെ അവിടെ മോക്ഷം ഉണ്ടാവില്ല. മോക്ഷം ഉണ്ടായ എന്തായാലും വീണ്ടും ജന്മമില്ല. കാരണം കർമ്മഫലങ്ങൾ ബാക്കി കിടക്കുമ്പോൾ മാത്രമേ ആ കർമ്മഫലങ്ങളെ അനുഭവിക്കാനായിട്ട് ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നുള്ളൂ.
മോക്ഷം എന്ന് പറഞ്ഞാൽ സർവവിധമായ മോഹത്തിൽ നിന്നുള്ള ക്ഷയമാണ്. അതിനെന്ത് വേണം? ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങി, മനസ്സും അടങ്ങി, ബുദ്ധിയും അടങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ മോക്ഷം. യാതൊരു വിധമായ മോഹങ്ങളും ഇല്ലാത്ത അവസ്ഥ. നമ്മൾക്ക് ഇന്ദ്രിയങ്ങൾ അടങ്ങിയിട്ടില്ല. 99ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അന്നേരവും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ പാർട്ടിക്കാണ് നമ്മൾ ഇവിടെ എന്തോ കൊടുത്തെന്ന് പറയണത്? മോക്ഷം കൊടുക്കുന്നു. നടക്കുമോ? ഇല്ല. അപ്പൊ ജീവിച്ചിരിക്കെ തന്നെ ഇന്ദ്രിയങ്ങൾ അടങ്ങി, മനസ്സും അടങ്ങി, ബുദ്ധിയും അടങ്ങി കഴിയുമ്പോൾ മാത്രമേ മോക്ഷം ഉണ്ടാവൂ. അങ്ങനെ വരുമ്പോ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, ഏതൊരു കർമ്മം ചെയ്താലും അത് ഞാനാണ് ചെയ്തതെന്ന് തോന്നില്ല. അല്ലെ, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മം ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ? കർമ്മഫലം അനുഭവിക്കേണ്ടി വരില്ല. ആ കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ട് ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോ പിന്നീട് ജന്മങ്ങൾ എടുക്കേണ്ടി വരില്ല. ഇതാണ് യഥാർത്ഥത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ പറയുവാണ് എന്ത്, അച്ഛനെ അവിടെ അല്ലെ അപ്പൂപ്പനെ അവിടെ കൊണ്ടിരുത്തി, അപ്പൂപ്പനെ മോക്ഷം കിട്ടി എന്നൊക്കെ നമ്മളങ്ങ് തൃപ്തിക്ക് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? എന്താ പ്രതീക്ഷയില്ലാതെ ചേട്ടൻ നോക്കിയപ്പോ വിളമ്പാറായുള്ള സ്റ്റേഷനാണ്. അത് ഞാൻ ആരാ വിളമ്പാനുള്ളവരെയാണ് വിളിക്കുന്നത്? ആരാ ഇന്നത്തെ ഉന്നതാരക്കാരാണ്? ചെന്നാ അപ്പൊ അതുകൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് മരണശേഷം കിട്ടുന്നതല്ല, ജീവിച്ചിരിക്കപ്പോൾ തന്നെ നേടിയെടുക്കേണ്ടതാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. അപ്പോ ഇവിടെ പരീക്ഷിത മഹാരാജാവിൻ മുക്തനായിരുന്നു. കാരണം എന്താ? ഈ ഭാഗവത്തൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ താൻ ഈ ശരീരമല്ലെന്നും താൻ ആത്മസ്വരൂപിയാണെന്നും അതുകൊണ്ട് ഈ ശരീരം ദഹിച്ചാലൊന്നും തനിക്ക് യാതൊരുവിധമായ ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും തിരിച്ചറിവുണ്ടായി. നമുക്കും ഉണ്ടാവേണ്ട ഒരു അറിവത എന്താണ്? ഞാൻ ഈ ശരീരം അല്ല എന്ന ബോധം ഉണ്ടാവും. കൊണ്ടുപോയി രണ്ടുപേരെ പിടിച്ച് പൊട്ടിപ്പിടിച്ച് കളയരുത്. അങ്ങോട്ട് കയറി അവിടെ വെച്ചു, അവിടെ വെച്ചു. അപ്പോ ശരീരം ഞാനല്ലെന്നുള്ള ബോധതലത്തിലേക്ക് എത്തലാണ് പരമമായ ലക്ഷ്യം. ഞാൻ യഥാർത്ഥത്തിൽ ആത്മസ്വരൂപിയാണ് എന്ന ബോധമാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ നമുക്കതൊന്നും ഇതുവരെ എന്തുണ്ടായിട്ടില്ല, ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും 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 ഇവിടെ വന്ന് ഇങ്ങനെ ജനിച്ച് ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു പോവേണ്ടതായിട്ട് വരുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു, സുഖത്തേക്കാൾ കൂടുതൽ നമ്മൾ എന്താ അനുഭവിച്ചിരിക്കുന്നത്? ദുഃഖം. എന്താ കാരണം? നമ്മൾ ഇതിലെല്ലാം ഇങ്ങനെ ആസക്തനായിട്ട് പോകുന്ന, എല്ലാം എന്റേതാണ്, എന്റേതാണ്, എനിക്കുള്ളതാണ്, എനിക്കുള്ളതാണെന്നുള്ള ബോധമാണ് നമുക്ക് ദുഃഖത്തെ മാത്രം നൽകുന്നത്. ആ ബോധത്തിൽ നിന്ന് മുക്തമാകുന്നതൊന്നും എന്റേതല്ല. വ്യാവഹാരികമായിട്ടല്ലേ വേണമെങ്കിൽ എന്റേതെന്ന് പറയാമെങ്കിലും ആ എന്റേത് എന്നുള്ളൊരു മമത്വം ഉണ്ടാവാൻ പാടില്ല. പറയും ഒന്നിനോട് ഒട്ടലുണ്ടാവരുത്. നമ്മളൊക്കെ അത് ഒട്ടലല്ല, ചക്കയിലൊക്കെ പറ്റി ഈച്ച പോലെ നമ്മൾ ഇല്ലേ, പറ്റിപ്പൊടിച്ചിട്ട് നമുക്ക് അവിടുന്ന് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. എല്ലാത്തിനോടും നമുക്ക് എന്തുണ്ടായി? ഒട്ടലുണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ വയ്യാതെ വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് എന്ത് വേണം? ഈ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകളെയൊക്കെ വിട്ടിട്ട് പരമമായിരിക്കുന്ന സത്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കണം. കൃത്യസമയം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ. രാജീവേ, നാളെ യജ്ഞത്തിന്റെ എത്ര ദിവസമായി?